തുടർച്ചയായ 3 ദിവസത്തെ ഇടിവിന് ശേഷം ഇന്ത്യൻ ഓഹരി വിപണി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിഫ്റ്റിയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസെക്സും നേട്ടത്തിലെത്തി. ഓട്ടോ, IT, ഫാർമ ഓഹരികളിലുണ്ടായ വാങ്ങലുകളാണ് മുന്നേറ്റത്തിന് കാരണമായത്. എന്നാൽ വ്യാപാരത്തിന് തുടക്കത്തിലുണ്ടായിരുന്ന കുതിപ്പ് ഉച്ചകഴിഞ്ഞുള്ള സെഷനിൽ തുടരാനായില്ല. വിശാല വിപണികളും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്ത് സെൻസെക്സ് 410.19 പോയിന്റ് ഉയർന്ന് 81,596.63-ലും നിഫ്റ്റി 129.55 പോയിന്റ് നേട്ടത്തിൽ 24,813.45-ലും ക്ലോസ് ചെയ്തു. 2,214 ഓഹരികൾ ഉയർന്നപ്പോൾ 1,615 എണ്ണം താഴ്ന്നു. 126 ഓഹരികൾ മാറ്റമില്ലാതെ നിന്നു. NSEയിലെ മേഖലാ സൂചികകൾ കൂടുതലും ഉയർന്നു. റിയൽറ്റി ഓഹരികളാണ് നേട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നിഫ്റ്റി റിയൽറ്റി സൂചിക 1.72% ഉയർന്നു. പിന്നാലെ നിഫ്റ്റി ഫാർമ 1.25%, നിഫ്റ്റി ഓട്ടോ, IT തുടങ്ങിയവ യഥാക്രമം 0.72%, 0.69% മുന്നേറി. മറ്റ് മേഖലാ സൂചികകളിൽ FMCG, ഇൻഫ്രാസ്ട്രക്ചർ, ഊർജം, പൊതുമേഖലാ ബാങ്കുകൾ എന്നിവയും ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. 0.49% താഴ്ന്ന കൺസ്യൂമർ ഡ്യൂറബിൾസ് സൂചികയാണ് ഇന്നലെ ഏറ്റവും മോശം പ്രകടനം നടത്തിയത്. നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് സൂചികകൾ നേരിയ ഉയർച്ചയോടെ മാറ്റമില്ലാതെയിരുന്നു. വിശാല വിപണിയെ ഉൾക്കൊള്ളുന്ന നിഫ്റ്റി മിഡ് കാപ്പ് 100, നിഫ്റ്റി മോൾ കാപ്പ് 100 സൂചികകൾ യഥാക്രമം 0.78%, 0.38% മുന്നേറി. അതുപോലെ പിൻവലിക്കൽ തുടരാതെ FIIകൾ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായ 2 ദിവസത്തെ വിൽപ്പനയ്ക്ക് ശേഷം ഇന്നലെ ഓഹരി വിപണിയിലേക്ക് നിക്ഷേപം നടത്തി. 2,201.79 കോടിയുടെ വാങ്ങലുകളാണ് നടത്തിയത്. FIIകൾ ഇന്നലെ 13,355.91 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയും 11,154.12 കോടി രൂപയുടെ ഓഹരികൾ വിൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച FIIകൾ 4 ദിവസവും ഇന്ത്യൻ വിപണിയിലെ നിക്ഷേപകരായിരുന്നു. എന്നാൽ ഈ ആഴ്ചയുടെ ആദ്യ 2 ദിവസം നിക്ഷേപം പിൻവലിക്കുകയാണ് ചെയ്തത്. തിങ്കളാഴ്ച 520.95 കോടി മൂല്യമുള്ള ഓഹരികൾ വിറ്റു. ചൊവ്വാഴ്ച 10,016 കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത്. 2 മാസത്തിനിടയിലെ ഒരു ദിവസത്തെ ഏറ്റവും വലിയ വിൽപ്പനയാണിതെന്നും NSEയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 6,738 കോടിയുടെ ഓഹരികൾ വാങ്ങി വിപണിയെ താങ്ങി നിർത്തി. തിങ്കളാഴ്ച ആഭ്യന്തര നിക്ഷേപകർ വിൽപ്പനക്കാരായിരുന്നു. മെയ് 20 വ്യാപാര സെഷനിൽ വിദേശ നിക്ഷേപകർ 14,789 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയും 24,804 കോടി രൂപയുടെ ഓഹരികൾ വിൽക്കുകയും ചെയ്തു. DIIകൾ 15,376 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയും 8,638 കോടി രൂപയുടെ ഓഹരികൾ വിൽക്കുകയും ചെയ്തു.